മടപ്പള്ളി കോളേജിന്റെ ആരംഭകാലം മുതൽ പഠിച്ചവരുടെ കൂട്ടായ്മയായ ഗ്രാമയുടെ ലോഞ്ചിങ്ങും പ്രഥമ കൂടിച്ചേരലും ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ നടന്നു. മടപ്പള്ളി കോളേജിന്റെ ആരംഭകാലം മുതൽ കഴിഞ്ഞ വർഷം വരെ പഠിച്ചു പുറത്തിറങ്ങിയവരുടെ കൂട്ടായ്മയാണ് ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലുമിനി. സംഘടനയുടെ ലോഞ്ചിങ്ങും പ്രഥമ കൂടിച്ചേരലുമാണ് ഇരിങ്ങൽ ക്രാഫ്റ്റ് വില്ലേജിൽ അരങ്ങേറിയത്. വിവിധ രാജ്യങ്ങളിലായുള്ള നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്ത ചടങ്ങ് കോളേജ് പ്രിൻസിപ്പൽ PM ഷിനു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കോളേജിനും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. ആ മാറ്റങ്ങളിലേക്ക് നമുക്ക് എന്താ പറയുക, ഈ ഒരു കൂട്ടായ്മയ്ക്ക് ആ മാറ്റങ്ങൾ വരുത്താൻ ഏത് രീതിയിൽ പറ്റും എന്നുള്ള കാര്യവും കൂടെ നമ്മുടെ ഈ ഗാമ എന്ന് പറയുന്ന ഗാമ അലുമിനി അസോസിയേഷൻ അതൊരു ശ്രദ്ധിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഒരു ഓർമ്മപ്പെടുത്തൽ നടത്തുകയാണ്. പുതിയ ജനറേഷനെ സപ്പോർട്ട് ചെയ്യാനുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ ഗാമയ്ക്കും ചെയ്യാൻ പറ്റും. ഗ്ലോബൽ അസോസിയേഷൻ ഓഫ് മടപ്പള്ളി കോളേജ് അലുമിനി ശരിക്കും പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ മടപ്പള്ളി കോളേജിൻ്റെ അലുമിനി ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള പൂർവ്വ വിദ്യാർത്ഥികൾ ഇപ്പോഴും പല രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. ശരിക്കും ഈ ഒരു ഒത്തുചേരലിന് വേണ്ടി മാത്രം വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായും ഇനി നമുക്ക് ഒരുമിച്ച് കോളേജിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരുമിച്ച് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തെ പറ്റിയും കൂടെ ആലോചിക്കുക. പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ PP രാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഹാരിസ് കുന്നത്ത്, സൂരജ് കുമാർ, രാജാമണി പുളിക്കൂൽ എന്നിവർ സംസാരിച്ചു. IAS കഴിഞ്ഞ് കേരളത്തിന്റെ ഏറ്റവും ബ്യൂറോക്രസിയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വിരമിച്ച വിജയേന്ദ്രൻ സാർ 2 ദിവസം മുമ്പേ വടകരയിലുള്ള ഒരു പൊതുപരിപാടിയിൽ വന്നപ്പോൾ സാന്ദർഭികമായി ഈ ഒരു സങ്കേതത്തെ പറ്റിയും ഈ ഒരു സംഘടനയെ പറ്റിയും ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എനിക്കവിടെ വരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ ശാരീരികമായ ചില അസ്വാസ്ഥ്യം ഉള്ളത് കൊണ്ട് രാജാ എനിക്ക് അവിടെ വരാനുള്ള പ്രയാസമുണ്ട്, എൻ്റെ എല്ലാ ഭാവങ്ങളും നേരുന്നു എന്ന്. ഈ കാര്യം ഞാൻ മടപ്പള്ളി കോളേജിൽ തന്നെ പഠിപ്പിച്ച പ്രമുഖനായ ഇന്ന് അവിടെ നിന്ന് റിട്ടയർ ചെയ്ത ഒരാളിനോട് പറഞ്ഞപ്പോൾ, അങ്ങനെ നമ്മുടെ കോളേജിൽ IAS കഴിഞ്ഞ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു അത്ഭുതത്തോടു കൂടിയാണ് ഞാനിത് സൂചിപ്പിക്കുന്നത്. വിവിധ മേഖലകളിൽ നമ്മുടെ കോളേജിൽ നിന്ന് പഠിച്ചു പോയ ആളുകൾ വലിയ രീതിയിൽ എത്തിയ ആളുകളുണ്ട്. എല്ലാ അർത്ഥത്തിലും വലിയ രീതിയിൽ നിന്ന് ഞാൻ പറയുമ്പോൾ എന്നെ പോലെ ചെറിയ രീതിയിലായ ആളുകളെ മാറ്റി നിർത്തിയിട്ടല്ല, അതിൻ്റെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സങ്കേതം നമുക്ക് ഡെവലപ്പ് ചെയ്യണം. ഇത് നമ്മുടെ അന്യോന്യമുള്ള നമ്മുടെ ബോണ്ടേജ്, അവിടെ പഠിച്ച് പുറത്തു പോയ നമ്മുടെ കുടുംബങ്ങളെ അല്ലെങ്കിൽ നമ്മുടേതായ ബോണ്ടേജ് വർദ്ധിപ്പിക്കാനും അതിനോടൊപ്പം തന്നെ കോളേജിൻ്റെ അഭിവൃദ്ധിക്കും അതുവഴി തന്നെ നമ്മുടെ സാമൂഹ്യമായ പശ്ചാത്തലത്തിൽ നമുക്ക് എങ്ങനെയൊക്കെ ഇടപെടാൻ കഴിയും അതിനു വേണ്ടിയുള്ള ഒരു വേദിയായിട്ടാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജനറൽ സെക്രട്ടറി സുരേഷ് പുത്തലത്ത് നന്ദി പ്രകടിപ്പിച്ചു. നറുക്കെടുപ്പിലൂടെ സമ്മാനം നേടിയവർക്കുള്ള സമ്മാന വിതരണവും നടന്നു. പരിപാടികൾക്ക് PK രാമചന്ദ്രൻ, MK പ്രമോദ് കുമാർ, നന്ദകുമാർ NK, അനിൽകുമാർ DP, മിനി PS നായർ, പ്രൊഫസർ വനജാസി, ഡോക്ടർ പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ക്രീഡ ഫിറ്റ്നസ് സെന്ററിലെ നർത്തകർ അവതരിപ്പിച്ച നൃത്തങ്ങളും VT മുരളി, ഭാനുപ്രകാശ്, ഡോക്ടർ ബിനീത രഞ്ജിത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി.